ത്തിൻ്റെ തിങ്കളാഴ്ചത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പെണ്ണിന്റെ അച്ഛൻ എല്ലാവരും കൂടെ വാക്കൊക്കെ കൊടുത്ത് എത്രയും പെട്ടെന്ന് കല്യാണം നടത്താം ജ്യോത്സ്യനോട് പറഞ്ഞിട്ട് നിശ്ചയത്തിനുള്ളൊരു മുഹൂർത്തം കുറിക്കാം എന്ന് പറയുന്ന നിശ്ചയത്തിനുള്ളൊരു മുഹൂർത്തം എന്നാണെന്ന് ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് പെൺകുട്ടിയുടെ അച്ഛൻ അകത്തേക്ക് പോകും. അകത്തേക്ക് പോയി കഴിഞ്ഞിട്ട് മൊബൈൽ ഇങ്ങനെ തപ്പി നടക്കായിരിക്കുള്ള അയാൾ മൊബൈൽ ഇങ്ങോട്ട് ബെല്ലടിക്കുന്ന കാണുമ്പോഴായിരിക്കും അയാൾ മൊബൈൽ കാണുന്നത്. അങ്ങനെ നോക്കിയപ്പോൾ അച്യുതനാണ്, നമ്മുടെ കൃഷ്ണമംഗലത്തെ ഗോമതിയുടെ ആങ്ങള. എന്താ അച്യുത, എന്താ വിളിച്ചതെന്ന് വെച്ചപ്പോൾ ഒന്നുമില്ല, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കാൻ വിളിച്ചാണ്. ബിസിനസ്സൊക്കെ എങ്ങനെ നടക്കുന്നു അങ്ങനെയൊക്കെ വിശേഷങ്ങൾ ചോദിക്കുന്നത്. ഇന്ന് എൻ്റെ മോളുടെ പെണ്ണ് കാണൽ ചടങ്ങ് നടക്കുന്നു ഇവിടെ, ഒരു പരിപാടി എന്നൊക്കെ പറഞ്ഞ്. അതെ, എവിടെ നിന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ദേവമംഗലത്തെ ബാലൻ എന്ന് പറയുമ്പോൾ തനിക്കെന്താ തൻ്റെ മോളെ വേണ്ടേ എന്ന് ചോദിക്കും. എന്താ അങ്ങനെ അച്യുതൻ ചോദിക്കുന്നത്? അല്ല, അവരെ വീട്ടിലേക്ക് മനുഷ്യരാരും പെണ്ണ് കൊടുക്കൊന്നുമില്ല, അവരുടെ ചെക്കൻ തന്നെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ നല്ലോണം പുറത്തിറങ്ങി ആലോചിച്ചിട്ടൊക്കെ കല്യാണം നടത്തിയാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അവരുടെ വീട്ടിൽ 2 അനിയന്മാരുടെ കല്യാണം, മക്കളുടെ കല്യാണം കഴിഞ്ഞ് ഈ ചെക്കൻ്റെ മാത്രം കഴിയാത്തതാണ്. അപ്പം തന്നെ നിങ്ങൾക്ക് ആലോചിച്ചുകൂടെ ഈ ചെക്കൻ എന്തൊക്കെയോ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടെന്ന്. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ കല്യാണം നടത്താണ്ടിരിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ മോളെ വേണ്ടെന്നുണ്ടെങ്കിൽ അവരോടേക്ക് കല്യാണം കഴിച്ചു കൊടുത്തോന്നല്ല പഴയ ഡയലോഗ് പറയുമ്പോൾ അയാൾക്ക് ആകെ വിഷമാവുന്നുണ്ട്. അങ്ങനെ അയാൾ ഇവിടെ വന്നിട്ട് പറയും, ഞങ്ങൾക്ക് ഈ ബന്ധത്തിനോട് താല്പര്യമില്ല എന്ന് പറയുന്നു. എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്തായിരിക്കും അനിയന്മാരുടെ കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ, ചേട്ടന് മാത്രം വിവാഹമാവാത്തതിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ബന്ധത്തിനോട് താല്പര്യം, ഞങ്ങൾക്ക് ആകെ ഒരു മോളുള്ളൂ, നിങ്ങളെ വീട്ടിലേക്ക് തരാൻ താല്പര്യമില്ല എന്ന് അയാൾ വെട്ടി തുറന്ന് പറയുമ്പോൾ അയാളുടെ ഭാര്യ ചേട്ടൻ എന്തൊക്കെ പറയുന്നത് നോക്കുമ്പോൾ, നീ മിണ്ടരുത്, ഇവിടെ ഞാനാണ് കാര്യങ്ങൾ തീരുമാനിക്കണമെന്നൊക്കെ പറയും. അങ്ങനെ ബാലനും ദേഷ്യപ്പെടും. ബാലൻ പറയും, നിങ്ങളോട് ഞങ്ങൾ ചോദിച്ചതല്ലേ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലെ വിവരങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ വന്നത്, എന്നിട്ട് പിന്നെ എന്തിനു ഞങ്ങൾ അപമാനിക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതിയായിരുന്നില്ലേ, നിങ്ങളല്ലേ നിർബന്ധിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതിനൊക്കെ ചോദിക്കും. മീനാക്ഷിയും ആകെ വല്ലാണ്ടാവും. മീനാക്ഷിയും ചോദിക്കുന്നത്, എന്താ ചേച്ചി ഇങ്ങനെ, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, ഞങ്ങളുടെ 2 പേരുടെ വിവാഹം കഴിഞ്ഞ സാഹചര്യവും പറഞ്ഞതല്ലേ, അല്ലാണ്ട് ഞങ്ങളുടെ ചേട്ടന് വേറെ ഒരു പ്രോബ്ലം ഇല്ല എന്നുള്ള കാര്യം അറിഞ്ഞൂടെ, നിങ്ങളുടെ മോൾക്ക് ഞങ്ങളുടെ ചേട്ടനെ വിധിച്ചിട്ടില്ല എന്നും പറഞ്ഞ് മീനാക്ഷിയും പെണിങ്ങും. അങ്ങനെ എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങി. ആനന്ദിനാണെങ്കിൽ വല്ലാത്ത വിഷമാവും. അങ്ങനെ ആനന്ദ് അച്ഛനോട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതല്ല അച്ഛാ, ഇവർക്ക് നമ്മളായിട്ടുള്ള ബന്ധത്തിന് താല്പര്യമില്ലാത്തത് കൊണ്ടാവും ഇവർ ഈ വിവാഹം വേണ്ടാന്ന് പറയുന്നത്. ഇത്രയും നേരം ഒരു താല്പര്യത്തോടെ ഇരുന്നതല്ലേ, പിന്നെ ഇപ്പം പെട്ടെന്ന് മുറിയിലേക്ക് പോയി വന്നതിന് ശേഷം എന്ത് സംഭവിക്കാനാണ്? ഞാൻ പറഞ്ഞതല്ല എനിക്ക് വേണ്ടാന്നും പറഞ്ഞ് ആനന്ദ് വേഗം പോകും. ആനന്ദ് ശരിക്കും ഓഫീസിലേക്ക് നടന്നു പോകും. വണ്ടിയിൽ പോകാൻ വിളിച്ചിട്ടും ആനന്ദ് പറയും വേണ്ടാന്നൊക്കെ പറയും. അങ്ങനെ ബാലനാണ് വിഷമമാണ്. ബാല സങ്കടത്തോടെ തന്നെ കടയിലേക്ക് നടന്നു പോകും. പിന്നീട് എല്ലാവരും കൂടെ വീട്ടിലേക്ക് വരും. ആനന്ദിനെ നിർബന്ധിച്ച് വണ്ടിയിൽ കയറ്റുകയും ചെയ്യും. ആനന്ദിനെ വഴിയിൽ ഇറക്കി കൊടുക്കുന്നുണ്ട് കടയിൽ. അതിനുശേഷം പിന്നെ വീട്ടിലേക്ക് ചെല്ലും. എല്ലാവരും വിഷമത്തോടെ, ആര്യനെനിക്ക് സന്തോഷത്തോടെ ഓടിച്ചെല്ലും. എന്തായി, കല്യാണം ഉറപ്പിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരുടെ വിഷമം കാണുമ്പോൾ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ആര്യൻ ചോദിക്കുന്നത് എന്താ അമ്മ ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ അത്ര നേരം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, പെട്ടെന്നാണ് കല്യാണം ഇങ്ങനെ ഒരു വേണ്ടാന്ന് പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താ, എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തീരുമാനിച്ചിട്ട് നമ്മളെ വിളിച്ച് നിർത്തി അപമാനിച്ചാണല്ലോ, അത് അവരോട് ചോദിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇനി അതൊന്നും ചോദിക്കാൻ നിൽക്കണ്ട, വേണ്ട കുഴപ്പമില്ല, എനിക്കിപ്പോൾ ആനന്ദിൻ്റെ കാര്യമായിരിക്കും വേണ്ട വിഷമം, പാവം വല്ലാത്ത വിഷമമുണ്ട്, ഒരുപാട് ആഗ്രഹിച്ചു എന്നൊക്കെ ഗോമതി പറഞ്ഞ് കരയുന്നുണ്ട്. അങ്ങനെ എങ്ങനെയെങ്കിലും ആനന്ദിനെ കാണണം എന്നുള്ളൊരാഗ്രഹമായി നമ്മുടെ ആര്യനെ എത്രയും പെട്ടെന്ന് ചേട്ടനെ കണ്ടൊന്ന് സമാധാനിപ്പിക്കുക എന്നുള്ളൊരു ചിന്തയായിരുന്നു ആനന്ദിനെ കാണണമെന്ന് ആര് വിചാരിക്കുന്നു. പിന്നീട് മീനാക്ഷിയും ആകാശം കൂടെ മുറിയിൽ ഭയങ്കര വഴക്കാണ്. മീനാക്ഷിനോട് ആദ്യമായിട്ടാണ് ആകാശം അങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്. നിന്നോട് പറഞ്ഞതല്ലേ, 100 തവണ ചോദിച്ചതല്ലേ, നീ നിന്റെ ചേച്ചിയല്ലേ, നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നിന്റെ പൊന്നാര ചേച്ചി കൊണ്ടുപോയി അപമാനിച്ചില്ലേ, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് നമ്മൾ അവിടേക്ക് വിളിച്ചു വരുത്തി അപമാനിച്ച്, നിനക്കും ഇതിലൊരു പങ്കുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആകാശെ, ആ ചേച്ചിക്ക് ഒന്നും അറിയില്ല, ആ ചേട്ടനാണ് പെട്ടെന്ന് തീരുമാനിച്ചത്, ചേച്ചി നമ്മളോട് മാപ്പ് പറഞ്ഞതല്ലേ, എന്നിട്ട് പിന്നെ ഇതിൻ്റെ ആകാശം ഇങ്ങനെ പറയുന്നത്. ആകാശിന് വിശ്വസിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഇല്ലടി, വിശ്വസിക്കാൻ പറ്റില്ല, എൻ്റെ ചേട്ടൻ്റെ വിവാഹമാണ് മുടങ്ങിയത്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കും. ആകാശം എന്താ അങ്ങനെ പറയുന്നത്, നിൻ്റെ എന്ന് പറയുന്നത്, ഞാൻ അങ്ങനെയാണോ നിങ്ങളെ വീട്ടിലുള്ളവർ കണ്ടിട്ടുള്ളത്? ആകാശിൻ്റെ ചേട്ടൻ എൻ്റെയും ചേട്ടനല്ല, ആനന്ദേട്ടൻ ഞാൻ എൻ്റെ സ്വന്തം ചേട്ടനെ പോലെയല്ലേ കണ്ടത്. ആ മതി, നീ അധികം കൂടുതലൊന്നും സംസാരിക്കേണ്ട, നീ നിൻ്റെ സ്വന്തം ചേട്ടനെ പോലെ കണ്ടിട്ടല്ലേ ഞങ്ങളെല്ലാവരെയും കൊണ്ടുപോയി നിൻ്റെ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുപോയി അപമാനിച്ചെന്ന് വെച്ചിട്ട് ആനന്ദ് ഇങ്ങനെ എന്തെന്നില്ലാത്ത രീതിയിൽ പൊട്ടിത്തെറിക്കും. മീനാക്ഷിക്ക് എനിക്ക് സർവ്വ നിയന്ത്രണവും വിട്ട്, കാരണം ആനന്ദ് ആദ്യമായിട്ടാണ് ഇങ്ങനെ, ആകാശം ഇങ്ങനെ ആദ്യമായിട്ടാണ് പൊട്ടിത്തെറിക്കുന്നത്. അതുമാത്രമല്ല, മനസ്സറിവില്ലാത്ത കാര്യത്തിനാണ് പറയുന്നത്, നീ എൻ്റെ തലയിലായതോടുകൂടിന് ഇങ്ങനെയൊക്കെ ആയി എന്ന് പറയും. ഞാൻ നിന്റെ തലയിലായില്ല, എന്താ ആകാശം ഇങ്ങനെ പറയുന്നത് വെച്ചപ്പോൾ, അതെ, എൻ്റെ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് നിന്നെ കല്യാണം കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, എന്നിട്ട് നീ സമ്മതിച്ചോ, എന്നിട്ട് നീ സമ്മതിക്കാണ്ടല്ലേ നീ ഇപ്പം ഇങ്ങനെ നീ വീട്ടിൽ വന്നത് കൊണ്ടല്ലേ ഇപ്പം എൻ്റെ ചേട്ടൻ്റെ കല്യാണം മുടങ്ങിയത്, അനിയന്മാർ കല്യാണം കഴിച്ച എൻ്റെ ചേട്ടൻ ഇനി ആര് കല്യാണം കഴിക്കാനാണ്, എൻ്റെ ചേട്ടൻ്റെ ഞാൻ ജീവിതം പോയി ഞാൻ കാരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് 2 പേരും കൂടെ പരസ്പരം
ഒരിടത്തും കഴിഞ്ഞിട്ടുള്ള വഴക്കാണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.